ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പൊതുയിടങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയമലംഘകരെ കുരുക്കാൻ പദ്ധതിയുമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. മാലിന്യ നിക്ഷേപം നിരീക്ഷിക്കുന്നതിനും തടയുന്നതിനുമായി ത്രിമൻ ആർമി പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്തിനെ സമ്പൂർണ്ണമായി മാലിന്യമുക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഒരിടവേളയ്ക്ക് ശേഷം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പൊതുയിടങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നുവെന്ന പരാതി ഉയരുന്നതിനിടയിലാണ് മാലിന്യ നിക്ഷേപം തടയുകയെന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് ത്രിമൻ ആർമിക്ക് രൂപം നൽകിയിട്ടുള്ളത്. മുഴുവൻ സമയവും ഇവർ പഞ്ചായത്ത് പരിധിയിൽ നിരീക്ഷണം നടത്തും. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടാൽ ബോധവൽക്കരണം നടത്തുകയും ഗുരുതര കുറ്റകൃത്യമെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. പഞ്ചായത്തിനെ സമ്പൂർണ്ണമായി മാലിന്യമുക്തമാക്കി നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. 3 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ ടീമിൽ ഉണ്ടാവുക. മൂന്നാർ പഞ്ചായത്തും പരിസരങ്ങളിലും അവര് 24 അവേഴ്സും അവരുടെ ഒബ്സർവേഷനിലായിരിക്കും. പിഴ ഈടാക്കേണ്ടത് തത്സമയം തന്നെ പിഴ ഈടാക്കുകയും അല്ലാത്തവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്തുകയുമാണ് നമ്മൾ ഇതിലൂടെയുള്ള ലക്ഷ്യം. ഇതിലൂടെ ഏറെക്കുറെ തന്നെ മൂന്നാർ പഞ്ചായത്തിലെ പരിധിയിലുള്ള വാർഡുകളിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ച് മൂന്നാർ ടൗണിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണാമെന്ന് വിചാരിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ നിർവഹിച്ചു. മൂന്നാർ പഞ്ചായത്തിലെ மாலினியம் மொத்தம்ங்கிற பாகத்தில் குப்பையில் கேரளா கொண்டு வர அந்த ஒரு பாகமாக த்ரீமேன் ஆர்மி அப்படிங்கிற ஒரு ஸ்கோடு நாங்கள் தொடங்கியிருக்கோம். அது வந்து ரோட்டு ஓரங்கள்லையும் டவுன்கள்லையும் வலிச்சு எறிகிற குப்பைகளை அவங்க கண்டெத்தி அவங்களுக்கு போத பிரகடனம் கொடுக்கவும் ஃபைன் அடைக்கவும் நாங்கள் தொடங்கியிருக்கோம். തുടർന്ന് ത്രിമൻ ആർമിക്കുള്ള ID കാർഡ് വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ നിർവഹിച്ചു. മൂന്നാറിന്റെ ജീവനാഡിയായ മുതിരപ്പുഴയിലും പാതിയോരങ്ങളിലുമടക്കം മാലിന്യ നിക്ഷേപം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട്. പഞ്ചായത്തിന്റെ കർശന നടപടിയിലൂടെ നാളുകൾക്ക് മുൻപ് പഞ്ചായത്ത് പരിധിയിൽ മാലിന്യ നിക്ഷേപം കുറഞ്ഞിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ കാര്യങ്ങൾ വീണ്ടും പഴയ നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാര സീസൺ ആരംഭിച്ച് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടിയാണ് മാലിന്യ നിക്ഷേപത്തിനെതിരെ പഞ്ചായത്ത് നടപടി കടുപ്പിച്ചിട്ടുള്ളത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.